ബംഗളൂരുവിൽ നടക്കുന്ന എയ്റോ ഇന്ത്യൻ പരിശീലന വിമാന പറത്തി MP തേജസ്വി സൂര്യ. പരിശീലന വിമാനമായ HTT-40 ആണ് തേജസ്വി പറത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കീഴിൽ ഭാരതം എല്ലാ മേഖലയിലും സ്വയം പര്യാപ്തത നേടിയെന്നും അതിന്റെ തെളിവാണ് എയ്റോ ഇന്ത്യയെന്നും MP പറഞ്ഞു. ഏഷ്യയിലെ ഏറ്റവും വലിയ എയർ ഷോയ്ക്ക് ഇന്ന് സമാപനമായി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ വ്യോമ പ്രദർശനമാണ് എയ്റോ ഇന്ത്യ. സൂര്യകിരൺ എയ്റോബാറ്റിക് ടീമിന്റെ BAE ഹാവ്ക് MK-132, ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റായ തേജസ് മാർക്ക് 1A, സുഖോയി Su-30 MKI എന്നിവയാണ് മെഗാ ഇവന്റിന്റെ ആദ്യ ദിനമായെന്ന് ആകാശത്ത് വിസ്മയം തീർത്തത്. ത്രിവർണ്ണമണിഞ്ഞാണ് BAE ഹാവ്ക് കുതിച്ചത്. പിന്നാലെ 57,000 അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയുന്ന സുഖോയി വിമാനവും കരുത്തറിയിച്ചു. മറ്റൊരു കുംഭമേള ആരംഭിച്ചിരിക്കുകയാണെന്നാണ് ഷോ ഉദ്ഘാടനം ചെയ്ത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിശേഷിപ്പിച്ചത്. പ്രയാഗ്രാജിലെ കുംഭമേള ഭാരതത്തിന്റെ സംസ്കാരം പ്രദർശിപ്പിക്കുമ്പോൾ മറ്റൊന്ന് ഭാരതത്തിന്റെ കരുത്ത് പ്രകടിപ്പിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. इस समय भारत में महाकुंभ चल रहा है. देश दुनिया से कई सारे लोग तीर्थराज प्रयाग में आस्था की डुबकी लगा रहे हैं. मुझे भी महाकुंभ के दौरान संगम में डुबकी लगाने का सौभाग्य प्राप्त हुआ है. मैं समझता हूं कि एरो इंडिया के रूप में आज से भारत में एक और महाकुंभ का प्रारंभ हो रहा है. जहां एक तरफ प्रयागराज का महाकुंभ आत्मसंधान का कुंभ है, तो वहीं दूसरी तरफ एरो इंडिया का यह महाकुंभ अनुसंधान का कुंभ है. 400 കിലോമീറ്റർ വരെ ആക്രമണശേഷിയുള്ള ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റവും പ്രദർശിപ്പിച്ചു. പ്രോജക്ട് കുഷയുടെ ഭാഗമായാണ് മിസൈൽ വികസിപ്പിച്ചത്. സ്വകാര്യ സ്ഥാപനങ്ങളായ സോളാർ ഇൻഡസ്ട്രീസും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡുമായി സഹകരിച്ച് DRDOയാണ് മിസൈൽ വികസിപ്പിച്ചത്. ഫെബ്രുവരി 15 വരെയാണ് വ്യോമസേനയുടെ പുത്തൻ ആയുധ സംവിധാനങ്ങളും സാങ്കേതിക വിദ്യയും പ്രദർശിപ്പിക്കുന്ന എയർ ഷോ നടക്കുക. ന്യൂസ് ഡെസ്ക് ജനം.